ടീച്ചർ ഹിൻഡ്രൻസസിനെ പറ്റിയാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഓക്സിലറീസ് ടു ട്രേഡ് അല്ലെ, ട്രേഡിനെ സഹായിക്കുന്ന അനുബന്ധ ഘടകങ്ങൾ. അതിൽ നമുക്ക് വരാവുന്ന കുറച്ച് തടസ്സങ്ങളുണ്ട്. അതിൽ പേഴ്സൺ എന്ന് പറയുന്ന തടസ്സം വരാം, പ്ലേസ് എന്ന് പറയുന്ന തടസ്സം വരാം, റിസ്ക് നഷ്ട സാധ്യത എന്ന് പറയുന്ന തടസ്സം വരാം, ടൈം സമയം എന്ന് പറയുന്ന തടസ്സം വരാം, നോളജ് അറിവ് എന്ന് പറയുന്ന തടസ്സം വരാം, ഫിനാൻസ് പണം എന്ന് പറയുന്ന തടസ്സം വരാം. ഏതൊക്കെയൊന്നും പറയാം? പേഴ്സൺ, പ്ലേസ്, റിസ്ക്, ടൈം, നോളജ്, ഫിനാൻസ്. ഈ തടസ്സങ്ങളെ എല്ലാം ഒഴിവാക്കുക, അതാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. നമ്മുടെ പേഴ്സൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യക്തികൾ എന്ന് പറയുന്ന തടസ്സത്തെ ഒഴിവാക്കാനുള്ള മാർഗമാണ് ട്രേഡ് അല്ലെ. ഉൽപാദകൻ ആർക്ക് കൊടുക്കുന്നു? ഹോൾസെയിലർ കൊടുക്കുന്നു. ഹോൾസെയിലർ എന്ന് കേട്ടിട്ടുണ്ടോ? മൊത്ത വ്യാപാരി എന്ന് നമ്മൾ പറയും. ആ ഹോൾസെയിലർ ആർക്ക് കൊടുക്കും? റീറ്റെയിലർ കൊടുക്കും, ചില്ലറ വ്യാപാരി. റീറ്റെയിലർ ആണ് ആർക്ക് തരുന്നത്? കൺസ്യൂമർക്ക് തരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു തടസ്സം നമുക്ക് ഒഴിവാക്കാം. രണ്ടാമത് പ്ലേസ്. പ്ലേസ് എന്ന് പറഞ്ഞാൽ സ്ഥലം എന്ന് പറയുന്ന തടസ്സം. അതാണ് ടീച്ചർ പറഞ്ഞത്. പ്ലേസ് എന്ന് പറയുന്ന തടസ്സം നമുക്ക് ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ 3 തരത്തിലാണുള്ളത്. ഒന്ന് എയർ, വാട്ടർ, ലാൻഡ് ട്രാൻസ്പോർട്ട്. നിങ്ങൾ റോഡിലൂടെ ഒക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് അല്ലെ, പലതരത്തിലുള്ള വണ്ടികൾ വരുന്നത്. അപ്പം അതൊക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പ്രൊഡ്യൂസറുടെ സ്ഥലത്ത് നിന്നും കൺസ്യൂമറുടെ സ്ഥലത്ത് വരെ, അല്ലെങ്കിൽ ആ റീറ്റെയിലറുടെ ഷോപ്പ് വരെ അവരെന്ത് ചെയ്യും? പ്രൊഡ്യൂസർ തന്നെ, ചിലപ്പോൾ ഹോൾസെയിലർ തന്നെ എന്ത് ചെയ്യും? അവർക്ക് സ്വന്തമായിട്ട് ട്രാൻസ്പോർട്ട് സിസ്റ്റം കാണും. അപ്പൊ ആ തടസ്സത്തെ, അതായത് പ്ലേസ് എന്ന് പറയുന്ന തടസ്സം, എങ്ങനെ പ്ലേസ് എന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു? പ്രൊഡ്യൂസർ ഒരു സ്ഥലത്ത്, കൺസ്യൂമർ വേറെ സ്ഥലത്ത്. അപ്പൊ അത്രയും ഡിസ്റ്റൻസിൽ നിന്നും നമ്മുടെ കയ്യിൽ സാധനം എത്തണമെങ്കിൽ പ്ലേസ് എന്ന് പറയുന്ന തടസ്സമുണ്ട്. ആ തടസ്സത്തെ ഒഴിവാക്കാനുള്ള മാർഗമാണ് ട്രാൻസ്പോർട്ടേഷൻ. അടുത്തത് റിസ്ക് അല്ലെ, നഷ്ട സാധ്യത. നമുക്കറിയാം പ്രോഡക്റ്റുകൾ പല നേച്ചറിലുള്ളതാണ്. പെട്ടെന്ന് ചിലത് പെരിഷബിൾ ഗുഡ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതാണ്. ചിലത് നമുക്കറിയാം ഹാൻഡിൽ വിത്ത് കെയർ അല്ലെ, വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ട ചില പ്രോഡക്റ്റുകളുണ്ട്. സിമെന്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം അതിന് കുറച്ച് ഇൻഹറന്റ് ക്വാളിറ്റീസ് ഉണ്ട്. നമ്മൾ തുറന്നു വെച്ചു അല്ലെങ്കിൽ തണുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള റിസ്കുകൾ ബിസിനസ്സിനുണ്ട്. ആ റിസ്കിനെ ഒഴിവാക്കാനുള്ള, അല്ലെങ്കിൽ റിസ്ക് എന്ന് പറയുന്ന തടസ്സത്തെ ഒഴിവാക്കാനുള്ള മാർഗമാണ് ഇൻഷുറൻസ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്. നമ്മൾ വളരെ വിശാലമായിട്ട് വരും ചാപ്റ്ററുകളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് മാത്രം ഓർക്കുക. നഷ്ടസാധ്യത നമുക്ക് ഒഴിവാക്കാനുള്ള മാർഗമാണ്, അല്ലെങ്കിൽ ആ തടസ്സത്തെ ഒഴിവാക്കാനുള്ള മാർഗമാണ് ഏത്? ഇൻഷുറൻസ്. അടുത്തതാണ് ടൈം, സമയം അല്ലെ. ടീച്ചർ പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു സമയത്ത്, നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ സമയത്ത്. ചില ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം സീസണൽ പ്രോഡക്റ്റുകളാണ്. ആ സീസണിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മുടെ വിപണിയിൽ അത് എല്ലാ സമയത്തും 12 മാസവും നമുക്ക് ലഭ്യമാണ് അല്ലെ. ചില ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് നോക്കി എല്ലാ പ്രാവശ്യവും ഉൽപ്പാദിപ്പിക്കില്ല, അതിന്റെ ആ ഒരു സീസൺ മാത്രമാണ്. പക്ഷെ നമുക്ക് എല്ലാ സമയത്തും വിപണിയിൽ അത് ലഭ്യമാക്കാൻ വേണ്ടിയുള്ള അടുത്ത തടസ്സമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സമയം എന്ന് പറയുന്ന തടസ്സത്തെ വെയർ ഹൗസിംഗിലൂടെ നമുക്ക് ഒഴിവാക്കാം. വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ സംഭരണശാലകള്, സാധനങ്ങൾ കേടുകൂടാതെ നമ്മുടെ കയ്യിൽ എത്തുന്നതിന്, അതുപോലെ തന്നെ വിപണിയിൽ ഏത് സമയത്തും ആ ഉൽപ്പന്നം നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി അപ്പോൾ സമയം എന്ന് പറയുന്ന തടസ്സത്തെ ഏതിലൂടെ ഒഴിവാക്കാം? വെയർ ഹൗസിംഗിലൂടെ ഒഴിവാക്കാം. അടുത്തതാണ് നോളജ്, അറിവ് അല്ലെ. പല ഉൽപ്പന്നങ്ങളെ പറ്റിയും നമുക്ക് അറിവ് ലഭിക്കുന്നത് എങ്ങനെയാണ്? അഡ്വർടൈസ്മെന്റിലൂടെയാണ്, അല്ലെങ്കിൽ പരസ്യത്തിലൂടെയാണ്. പരസ്യമില്ലാതെന്ന് വിചാരിച്ചു അപ്പൊ നമുക്കറിയാം ഉത്പാദകൻ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കുന്നതെന്ന് അറിയത്തില്ല, അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അല്ലെ. നിങ്ങളിപ്പോൾ TV കാണുമ്പോൾ സോപ്പ് ആണെങ്കിൽ ആ സോപ്പ് അവർ കുളിച്ച് നമ്മളെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആണോ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മളെ അവർ അഡ്വർടൈസ്മെന്റിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഇൻ കേസ് അങ്ങനെ അല്ലെങ്കിൽ ആ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആ പാക്കിങ്ങിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അല്ലെ. നമ്മളിപ്പം കിൻഡർ ജോയുടെ ആ ഒരു മിഠായി ആണെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ അകത്ത് 3 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കൊടുക്കരുത് എന്ന് വളരെ വ്യക്തമായി അവർ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോളജ് എന്ന് പറയുന്ന ആ ഒരു തടസ്സത്തെ ഏതിലൂടെ ഒഴിവാക്കാം? അഡ്വർടൈസ്മെന്റിലൂടെ ഒഴിവാക്കാം. നിങ്ങൾക്കറിയാം ഈ സെയിൽസ് നടക്കണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ തടസ്സങ്ങളെയും ഒഴിവാക്കണം. അപ്പൊ ഈ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. ട്രേഡിനെ സഹായിക്കുന്ന അനുബന്ധ ഘടകങ്ങൾ. ടീച്ചർ കുറെ തടസ്സങ്ങളെ പറ്റി പറഞ്ഞു. പേഴ്സൺ എന്ന് പറയുന്ന തടസ്സത്തെ നമുക്ക് ട്രേഡിലൂടെ ഒഴിവാക്കാം. പ്ലേസ് അല്ലെങ്കിൽ സ്ഥലം എന്ന് പറയുന്ന തടസ്സത്തെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനിലൂടെ ഒഴിവാക്കാം. റിസ്ക്, നഷ്ടസാധ്യത എന്ന് പറയുന്ന തടസ്സത്തെ നമുക്ക് ഇൻഷുറൻസ് ചെയ്തുകൊണ്ട് അതിലൂടെ ഒഴിവാക്കാം. സമയം എന്ന് പറയുന്ന തടസ്സത്തെ നമുക്ക് വെയർ ഹൗസിലൂടെ അല്ലെ, സംഭരണശാലകളിലൂടെ ഒഴിവാക്കാം. നോളജ്, അറിവ് എന്ന് പറയുന്ന തടസ്സത്തെ നമുക്ക് എങ്ങനെ
അഡ്വർടൈസ്മെന്റിലൂടെ ഒഴിവാക്കാം. കാരണം അഡ്വർടൈസ്മെന്റിലൂടെയാണ് പുതിയ പല ഉൽപ്പന്നങ്ങളെ പറ്റിയും നമ്മൾ അറിയുന്നത്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ വ്യക്തമാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഡ്വർടൈസ്മെന്റിൽ ചില പ്രോഡക്റ്റുകൾക്ക് അവർ കാണിക്കുന്ന ആ വിഷ്വലിനകത്ത് കാണിക്കുന്ന വ്യക്തികളുടെ ഡ്രസ്സ് പോലും ആ കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ ആ പ്രോഡക്റ്റിനെ പെട്ടെന്ന് കസ്റ്റമർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അഡ്വർടൈസ്മെന്റിൽ പല രീതിയിൽ സ്ട്രാറ്റജീസ്, പല തന്ത്രങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ഫിനാൻസ് എന്ന് പറയുന്ന തടസ്സം അല്ലെ? നമുക്കറിയാം ബിസിനസ് നടത്തണമെങ്കിൽ ഫിനാൻസ് വേണം. അപ്പൊ ഫിനാൻസ് എന്ന് പറയുന്ന തടസ്സത്തെ ഏതിലൂടെ ഒഴിവാക്കാം? ബാങ്കുകൾ പലതരത്തിലുള്ള വായ്പാ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ബാങ്കുകൾ ചെറുകിട കർഷകരെ സഹായിക്കാൻ വേണ്ടിയ, അതുപോലെ ചെറിയ ഇൻഡസ്ട്രീസിനെ സഹായിക്കാൻ വേണ്ടിയ, അങ്ങനെ പലതരത്തിലുള്ള പലിശ നിരക്കുകളിൽ എന്തും കൊടുക്കുന്നുണ്ട്, വായ്പകൾ കൊടുക്കുന്നുണ്ട്. പത്രം വായിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, നമ്മളിപ്പോൾ റെഗുലറായിട്ട് കാണുന്നുണ്ട് റിസർവ് ബാങ്കിന്റെ പല നയങ്ങൾ അല്ലെ? നമ്മുടെ ഈ കൊറോണ സാഹചര്യത്തിൽ വന്നപ്പോഴത്തേക്കും ഫിനാൻസ് എല്ലാവരുടെ കയ്യിലും ഇല്ല. അപ്പൊ ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിന്റെ പുതിയ പദ്ധതിയിൽ ഇത്ര കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫിനാൻസ് എന്ന് പറയുന്ന തടസ്സത്തെ നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാം? ബാങ്കിലൂടെ ഒഴിവാക്കാം. അപ്പൊ ഹിൻഡ്രൻസസ് അല്ലെങ്കിൽ തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകാം. ഈ തടസ്സങ്ങളെ ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് ടീച്ചർ പറഞ്ഞത്. എന്തൊക്കെയാണ്? പേഴ്സൺ എന്ന് പറയുന്നത് ട്രേഡിലൂടെ ഒഴിവാക്കാം. പ്ലേസ് എന്ന് പറയുന്ന തടസ്സത്തെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനിലൂടെ ഒഴിവാക്കാം. റിസ്ക്, നഷ്ടം അല്ലെങ്കിൽ നഷ്ടസാധ്യതയെ നമുക്ക് ഇൻഷുറൻസിലൂടെ ഒഴിവാക്കാം. ടൈം എന്ന് പറയുന്ന തടസ്സത്തെ എങ്ങനെ നമുക്ക് വെയർ ഹൗസിങ്ങിലൂടെ അല്ലെങ്കിൽ നമുക്ക് സംഭരണശാലകളിലൂടെ ഒഴിവാക്കാം. അതിനിടയ്ക്ക് ടീച്ചർ ചോദ്യം ചോദിക്കാൻ മറന്നുപോയി. നിങ്ങൾ എല്ലാവരും ഇതൊരു അസൈൻമെന്റ് ആയിട്ട് എഴുതണം. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? അതുകൂടാതെ തുടർന്ന് കഴിഞ്ഞ 2 പ്രാവശ്യം, അതായത് ഇപ്പോഴത്തെ റിസർവ് ബാങ്കിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു എന്നുള്ളത് അസൈൻമെന്റ് ആയിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്യണം. എങ്ങനെയാണ് സെൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ ടീച്ചർ പറഞ്ഞുതരാം. റിസർവ് ബാങ്കിന്റെ പ്രസന്റ് ഗവർണർ ആരാണ്? പത്രത്തിൽ നോക്കിയാൽ അറിയാം. റിസർവ് ബാങ്കിന്റെ പ്രസിഡന്റ് ഗവർണറിന്റെ എന്നും അദ്ദേഹത്തിന്റെ ഓരോരോ ഡെപ്പോസിറ്റിന്റെ റേറ്റിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ പറ്റിയും ഒക്കെ റെഗുലറായിട്ട് അദ്ദേഹം നമുക്ക് അത് എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അപ്പൊ ഇതൊരു സിലബസ് അല്ല എങ്കിൽ കൂടിയും റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് എന്നതിനെ സംബന്ധിച്ചൊരു പേര്, അല്ലെങ്കിൽ അതിന്റെ മുൻപുണ്ടായിരുന്ന 2 റിസർവ് ബാങ്ക് ഗവർണറെ സംബന്ധിച്ചും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു അസൈൻമെന്റ് ആയിട്ട് അവരുടെ പേര് കണ്ടുപിടിച്ച് ടീച്ചറിന് സെൻഡ് ചെയ്യണം. ടീച്ചർ ഇപ്പം പറഞ്ഞു നിർത്തിയിരുന്നത് കൊമേഴ്സിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ കൊമേഴ്സിനെ ബന്ധപ്പെട്ട 2 ഘടകങ്ങളെ പറ്റിയായിരുന്നു, ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും. ട്രേഡിലേക്ക് വീണ്ടും നമ്മൾ വരുമ്പോൾ ട്രേഡിനെ 2 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇന്റേണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ട്രേഡും ഇന്റർനാഷണൽ ട്രേഡും. ഇന്റേണലും എക്സ്റ്റേണലും. എന്താണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് വാങ്ങുന്നവനും വിൽക്കുന്നവനും വിത്തിൻ ദ കൺട്രി, രാജ്യത്തിനുള്ളിൽ തന്നെയാണെങ്കിൽ അങ്ങനെയുള്ള ട്രേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ട്രേഡ്. ബയർ ആൻഡ് സെല്ലർ എവിടെ തന്നെയാണ്? സെയിം കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കുന്നു അല്ലെ? ബയറും സെല്ലറും എവിടെ തന്നെയാണ്? അതേ രാജ്യത്ത് തന്നെയാണെങ്കിൽ അങ്ങനെയുള്ള ട്രേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ട്രേഡ്. എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലായി, രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം അല്ലെ? വാങ്ങുന്നവൻ ഒരു രാജ്യത്തും വിൽക്കുന്നവൻ വേറൊരു രാജ്യത്തുമാണെങ്കിൽ, നിങ്ങൾക്കറിയാം നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റിന്റെ 75% നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മിനറൽസ്, മെറ്റൽസ്, ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പോർട്ടിങ്ങിനകത്തെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. വാങ്ങുന്നത് പല രാജ്യങ്ങളുണ്ട്. ഈ പുസ്തകത്തിന്റെ അവസാനം അത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഓരോരുത്തരും വാങ്ങുന്നതിന്റെ റേറ്റ് എത്രയാണ് കേട്ടോ. അപ്പൊ രാജ്യങ്ങൾ തമ്മിൽ നമ്മൾ അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു രാജ്യവും സെൽഫ് സഫിഷ്യന്റ് അല്ല. അവരെ പുറത്തല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് എന്ത് ചെയ്യണം? മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പൊ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർനാഷണൽ ട്രേഡ്, അല്ലെങ്കിൽ നമ്മളതിനെ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പൊ ട്രേഡ് എത്ര തരത്തിലുണ്ട്? 2 തരത്തിലാണ്, ഇന്റേണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും. ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ബയർ ആൻഡ് സെല്ലർ വിതിൻ ദ കൺട്രി അല്ലെ? വാങ്ങുന്ന വ്യക്തിയും വിൽക്കുന്ന വ്യക്തിയും ഒരേ രാജ്യത്ത് തന്നെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. വാങ്ങുന്നവനും വിൽക്കുന്നവനും വ്യത്യസ്ത രാജ്യങ്ങളിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ട്രേഡ്. വീണ്ടും ഇന്റേണൽ ട്രേഡിനെ തന്നെ 2 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും. ഹോൾസെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്ത കച്ചവടം, റീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കച്ചവടം. അതായത് ഉത്പാദകന്റെ കയ്യിൽ നിന്നും, പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും ബൾക്ക് ക്വാണ്ടിറ്റീസിൽ സാധനം വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ അളവിൽ ചില്ലറ കച്ചവടക്കാരന് കൊടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾസെയിൽ ട്രേഡ്.
പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും എങ്ങനെ വാങ്ങിക്കുന്നു? ബൾക്ക് ക്വാണ്ടിറ്റീസിൽ വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ യൂണിറ്റുകളായി റീറ്റെയിലർക്ക് കൊടുക്കുന്ന വ്യക്തിയാണ് ഹോൾസെയിൽ ട്രേഡർ. റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിലറുടെ കയ്യിൽ നിന്നും ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ട് അൾട്ടിമേറ്റ് കൺസ്യൂമർ ആരാണോ ഉപയോഗിക്കുന്നത് അയാൾക്ക് നൽകുന്ന വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീറ്റെയിൽ ട്രേഡർ. അപ്പൊ ഇന്റേണൽ ട്രേഡിനെ എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഹോൾസെയിൽ ട്രേഡും മറ്റൊന്ന് റീറ്റെയിൽ ട്രേഡും. ദെൻ നമ്മൾ അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്കും ഫോറിൻ ട്രേഡ് ആണ് ടീച്ചർ പറഞ്ഞത്. ബയർ ആൻഡ് സെല്ലർ ബിറ്റ്വീൻ ദ കൺട്രി അല്ലെ, രണ്ട് രാജ്യങ്ങളിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. ഫോറിൻ ട്രേഡിനെ തന്നെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇമ്പോർട്ട് ട്രേഡ്, എക്സ്പോർട്ട് ട്രേഡ്, എൻട്രി പോർട്ട് ട്രേഡ്. എന്തൊക്കെയാണ്? ഇമ്പോർട്ട്, എക്സ്പോർട്ട്, എൻട്രി പോർട്ട്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കുമതി ചെയ്യുക, അതായത് മറ്റൊരു രാജ്യത്തു നിന്ന് സാധനം നമ്മുടെ രാജ്യത്തേക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പോർട്ട് ട്രേഡ്. വിച്ച് കൺസിസ്റ്റ് ഓഫ് പർച്ചേസിംഗ് ഓഫ് ഗുഡ്സ് ഫ്രം സപ്ലയർ ഓഫ് എ ഫോറിൻ കൺട്രി. ഫോറിൻ കൺട്രിയിൽ നിന്നും നമ്മൾ സാധനം ഇങ്ങോട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നു. എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജസ്റ്റ് റിവേഴ്സ് അല്ലെ, ഇവിടെ നിന്ന് നമ്മൾ സാധനം എന്ത് ചെയ്യുക, മറ്റു രാജ്യങ്ങളിലേക്ക് നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ വിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പോർട്ട് ട്രേഡ്. ഇപ്പൊ എന്തായിരിക്കാം എൻട്രി പോർട്ട് ട്രേഡ്? നമ്മൾ മറ്റൊരു രാജ്യത്തു നിന്ന് മേടിക്കുന്നു, പക്ഷെ ആ രാജ്യം ആ ഉൽപ്പന്നം ഉപയോഗിക്കുന്നില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് പാകിസ്ഥാൻ നമ്മൾ വിൽക്കുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് അത് ഉപയോഗിക്കുന്നത്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് രാജ്യമാണോ വാങ്ങിക്കുന്നത് ആ രാജ്യത്താണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എൻട്രി പോർട്ടിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക കേട്ടോ. ആ രണ്ട് പ്രോസസ്സുകൾ ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ എൻട്രി പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. ഇതിലിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബിസിനസിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് ഇൻഡസ്ട്രിയും കൊമേഴ്സും അല്ലെ. കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സാധനങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഹിൻഡ്രൻസസുകളും എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊമേഴ്സ്. കൊമേഴ്സിനെ രണ്ട് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും. ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് അല്ലെ, സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ട്രേഡിനെ സഹായിക്കുന്ന അനുബന്ധ ഘടകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിലറീസ് ടു ട്രേഡ്. അതിൽ നമ്മൾ കണ്ടായിരുന്നു ട്രേഡിൽ ഉണ്ടാകാവുന്ന ഹിൻഡ്രൻസസ് ഒഴിവാക്കുകയാണ് ഓക്സിലറീസ് ടു ട്രേഡിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏതൊക്കെ ഹിൻഡ്രൻസസ് ആണെന്ന് പറഞ്ഞായിരുന്നു? പേഴ്സൺ എന്ന് പറയുന്ന തടസ്സത്തെ നമുക്ക് ട്രേഡിലൂടെ ഒഴിവാക്കാം അല്ലെ. പ്ലേസ് എന്ന് പറയുന്ന തടസ്സത്തെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനിലൂടെ ഒഴിവാക്കാം. ദെൻ അതുപോലെ തന്നെ റിസ്ക് എന്ന് പറയുന്ന തടസ്സത്തെ നമുക്ക് ഇൻഷുറൻസിലൂടെ ഒഴിവാക്കാം. ദെൻ സമയം എന്ന് പറയുന്ന തടസ്സത്തെ നമുക്ക് വെയർഹൗസിലൂടെ, എപ്പോൾ വേണമെങ്കിലും പ്രോഡക്റ്റ് നമുക്ക് വിപണിയിൽ ലഭ്യമാണ്, അത് വെയർഹൗസ് അല്ലെങ്കിൽ സംഭരണശാലകൾ ഉള്ളതുകൊണ്ടാണ്. ദെൻ അതുപോലെ തന്നെ ആ ഉൽപ്പന്നത്തെ പറ്റിയുള്ള അറിവ് നമുക്ക് കിട്ടുന്ന ഏതിലൂടെയാണ്? അഡ്വർടൈസ്മെന്റിലൂടെയാണ്. അപ്പൊ നോളജ് എന്ന് പറയുന്ന തടസ്സത്തെ നമുക്ക് അഡ്വർടൈസ്മെന്റിലൂടെ ഒഴിവാക്കാം. ഫിനാൻസ് എന്ന് പറയുന്ന തടസ്സത്തെ നമുക്ക് എങ്ങനെ? ബാങ്കിലൂടെ ഒഴിവാക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ബിസിനസിന്റെ ക്ലാസിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും.